സാറ്റർഡേയ്സിൽ പൊതുവെ നേരത്തെ എണീക്കാനായിട്ട് ഒരു പ്ലാനും ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ആ ഒരു നോർമൽ ടൈമിൽ തന്നെ എണീറ്റ് വരാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുട്ടികൾ നേരത്തെ എണീറ്റതുകൊണ്ട് അവരുടെ സൗണ്ട് കേട്ട് ഞാനും പതുക്കെ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും പതുക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ സീസണിൽ ഒരുപാട് ബേർഡ്സിനെ കാണാനുള്ള ഓപ്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എപ്പോൾ വിൻഡോ തുറന്നാലും ഏതെങ്കിലുമൊക്കെ ബേർഡ്സ് വിൻഡോയുടെ അടുത്ത് വന്ന് നിൽക്കും. ശരിക്കും ഇവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഈയിടെയായിട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ക്യാൻഡിൽ കത്തിച്ച് നോക്കി നിന്ന് കഴിഞ്ഞാൽ മൈൻഡ് കുറച്ചുകൂടെ ഫ്രീ ആവും, റിലാക്സ്ഡ് ആവുന്നു. മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യം വിട്ടുകളയാൻ പറ്റില്ല. അങ്ങനെ രാവിലെ ഒരു ചെറിയ കുളിയെല്ലാം പാസ്സാക്കി വർക്കൗട്ട് കഴിഞ്ഞ് മാറ്റൊക്കെ എടുത്ത് വയ്ക്കുവാണ്. ശരിക്കും മാറ്റൊന്നും വേണമെന്നില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ അങ്ങനെ റൊട്ടീനായിട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു പെർഫെക്ഷൻ ഫീലിംഗ് ആണ്. പിന്നെ പറ്റുന്ന പോലെ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ കഴുകിയിട്ടു രാവിലെ തന്നെ. ഇവിടെ നൈറ്റിലാണ് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചെന്തെങ്കിലും രാവിലെ ജസ്റ്റ് ഒന്ന് കഴുകിയിടാറുണ്ട് ഇപ്പോൾ ശനിയാഴ്ചകളിൽ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് ഈ ഒരു യെല്ലോ കളറുള്ള സാധനം ഇവിടുത്തെ ചേച്ചിയാണ് തന്നത്. ഇതിൻ്റെ പേരെന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. ഇതിനിടയിൽ എൻ്റെ ഒരു പ്രീവിയസ് ലൈൻ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയും ഞാനും നല്ല കൂട്ടാണ്. അങ്ങനെ സംസാരിച്ച് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്.